ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. ചകലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു പുതിയ കല, ഒരു കിടിലൻ കലയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ചകലയുടെ ഒഴുകുന്ന സൗന്ദര്യം എന്ന പേരിൽ. ആ ഒഴുകുന്ന സൗന്ദര്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇന്ന് കാണിക്കുന്നത് ആ ചകലയുടെ ഒഴുകുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം വേർഷനാണ്, മറ്റൊരു വേർഷനാണ്. അത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു കലയാണ്, ഒരു നല്ല കൗതുകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. പിന്നൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരികയുണ്ടായി. ആ സർപ്രൈസ് ഗിഫ്റ്റ് വേറെ മറ്റൊന്നുമല്ല, ഒരു എംബ്രോയ്ഡറി ഹൂപ്പിനകത്ത് എൻ്റെ പോർട്രേറ്റ് ഒരു രേഖാചിത്രമായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുത്ത ഒരു വർക്ക്, അങ്ങനെ ഒരു മൊമെൻറ്റോ. ആ മൊമെൻറ്റോ ആണ് എനിക്ക് അവർ സമ്മാനമായിട്ട് തന്നത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ മൊമെൻറ്റോ. വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ അവർ തന്ന സമ്മാനം. ഇതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇതുപോലെ ഒന്ന് സമ്മാനിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അവരുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുകയോ ഓർഡർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ വളരെ വ്യത്യസ്തമായ വേർഷനുകളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ താല്പര്യം പോലെ അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഈ ഒരു കല ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതൊരു PVC പൈപ്പാണ്. PVC പൈപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ഒന്ന് കൂട്ടിക്കോ. 2 ഇഞ്ച് വേണ്ട, ഒരു 1.5 ഇഞ്ചിൻ്റെ വ്യാസമുള്ളത് ഡയമീറ്റർ വരുന്നത്. അതിൽ നമ്മൾ നിറച്ച് ഹോളുകൾ ഇടണം. അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 അടി ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ആ ഹോൾസിനകത്തൊക്കെ നമുക്ക് ചെടികൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോൾസ് ഇടുന്നത്. നിറയെ ഫുൾ ലെങ്ത്ത് നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് വെടുപ്പാക്കിയെടുത്ത് നമ്മുടെ ഗാർഡനിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ചെയ്യുക. എനിക്ക് അത്രയും വിശാലമായ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചപ്പും ചവറൊക്കെ ഒന്ന് എടുത്ത് വെടുപ്പാക്കി അവിടെ നമ്മളൊരു റൗണ്ട് ഷേപ്പിലൊരു തടം കോരുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൊത്തിക്കളച്ചിളക്കി മണ്ണിടുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടിയുടെ വളർച്ച കുറേയും കൂടിയും പെട്ടെന്നില്ല, വളരെ സ്പീഡിലായിരിക്കും. അപ്പോൾ നമ്മളൊരു തടം കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ PVC പൈപ്പിനകത്ത് അതിൻ്റെ പുറമേ നമ്മൾ ഫുള്ളായിട്ട് ഹോളിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കോരിയെടുത്ത റൗണ്ട് ഷേപ്പിലുണ്ടാക്കിയ തടം, ആ തടത്തിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമുക്ക് ഈ പൈപ്പ് ഇറക്കി വയ്ക്കണം. ഏകദേശം 1 അടി താഴ്ത്തി വെച്ചാൽ നല്ല ബലമായിട്ട് ഇരുന്നോളും. ആ മണ്ണൊക്കെ എടുത്ത് നമ്മൾ ഇതുപോലെ അവിടെ അത് കുഴിച്ച് വയ്ക്കുക. കടഭാഗമൊക്കെ നല്ലപോലെ മണ്ണ് അമർത്തി ഉറപ്പിച്ച് നിർത്തുക. നമുക്ക് ഈ കല ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ അൾട്രാനാന്തര എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് തന്നെ പിങ്ക് കളറിലും ഗ്രീൻ കളറിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഹെമിഗ്രാഫീസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ബോർഡർ ഗ്രാസ്, ഇതുപോലെ ചെറിയ കൊച്ചു ഇലയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഉറപ്പിച്ച് നിർത്തിയ ഈ പൈപ്പിനകത്തേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സർ, കുറച്ച് ചകിരിച്ചോറും കമ്പോസ്റ്റും മിക്സ് ചെയ്തതായിരിക്കും നല്ലത്. മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണ് ജാമായിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അടിയിലേക്ക് എത്താൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് ആ മിക്സർ നിറച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടി ഇങ്ങനെ ഒരു 2 ഇഞ്ച് നീളത്തിൽ വീതം കട്ട് ചെയ്ത് ഓരോ തലയും നമുക്ക് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ഹോളിൻ്റെ ഉള്ളിലും നിറയെ ഈ ചെടി വെച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ ഹോൾസിലൊക്കെ നമ്മൾ ചെടി വെച്ച് പിടിപ്പിച്ചു. വളരെ ഫില്ലായിട്ട് തിക്കായിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഏകദേശം നല്ല തിക്കായിട്ട് തന്നെ ചെടി കാണുന്നുണ്ട്. എന്നാലും നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ട്രിം ചെയ്യണം, നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ തണ്ടിൽ നിന്നും 3-4 വീതം ചെനപ്പുകൾ വരും. അപ്പോൾ കുറേ കൂടെ നമ്മുടെ ഈ ഒരു ചെടി നല്ല ബുഷായിട്ട് കാണും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ ചെടികൾ അടിയിൽ നമ്മൾ തടം ഉണ്ടാക്കിയിട്ടുണ്ട് റൗണ്ടിൽ. ആ റൗണ്ട് ഷേപ്പിലുള്ള തടത്തിനകത്ത് ഇത് നിറയെ വെച്ച് പിടിപ്പിക്കുക. വളരെ തിക്കായിട്ട് വെച്ച് പിടിപ്പിക്കുക. അതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ PVC പൈപ്പ് നിറയും തടത്തിനകത്തും നിറയെ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ആ ചെടി വെച്ച് പിടിപ്പിക്കുന്ന പണികളൊക്കെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ കൃത്യമായിട്ട് അതിന് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത്, വേനൽക്കാലമായതുകൊണ്ട് 2 നേരം നല്ലപോലെ വെള്ളം നനയ്ക്കണം. അങ്ങനെ വെള്ളം നനച്ച് നമ്മളതിനെ ഭംഗിയായിട്ട് ബുഷായിട്ട് വളർത്തി എടുക്കുകയാണ് ഇനി വേണ്ട കാര്യം. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിൻ്റെ വളർച്ചയാണ് നിങ്ങളീ കാണുന്നത്. 2 മാസം കൊണ്ട് വളരെയധികം ഫില്ലായി നല്ല ബുഷായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വളരെ ഭംഗിയാക്കി നിർത്തി കഴിഞ്ഞാൽ കാണാൻ വളരെ മനോഹരമായിരിക്കും. ഇതാ ഇപ്പം നിങ്ങളീ കാണുന്ന മാതിരി നമ്മൾ ബുഷ് ചെയ്ത് ട്രിം ചെയ്തൊക്കെ നിർത്തിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആ PVC പൈപ്പിൻ്റെ മുകളിലായിട്ട് ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു മൺകുടോ അല്ലെങ്കിൽ ഒരു കൂജയോ എന്തെങ്കിലും അതിനാനുപാതികമായ വലുപ്പത്തിൽ ഒരു പാത്രം എടുക്കുക. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത്. അതുമേ ഒരു കമ്പി കോർത്ത് കെട്ടുകയോ അല്ലെങ്കിൽ ഒരു കമ്പി വളച്ച് പിടിപ്പിക്കുകയോ എന്തായാലും ചെയ്താൽ മതി. നമ്മുടെ പർപ്പസ് അതവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ആ കപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന പാത്രത്തിനകത്തും ഈ വെച്ചിട്ടുള്ള സെയിം പ്ലാന്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെച്ച് പിടിപ്പിക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റർ അതിനകത്ത് ഇട്ടിട്ട് കുറച്ചൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂടെ വളർന്നോളും. ഇതാണ് നമുക്ക് ആ പൈപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം. മണ്ണൊക്കെ നല്ലപോലെ ഇട്ട് അമർത്തി ആ കപ്പിയിൽ നിന്ന് നമുക്ക് കീഴോട്ട് ഇങ്ങനെ ഒരു വാട്ടർ ഫ്ലോ മാതിരി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ PVCയുടെ മുകളിൽ ഇതാ കണ്ടോ, ഇതുപോലെ നമ്മുടെ പാത്രം ഏതാണെന്നുണ്ടെങ്കിൽ അത് പിടിപ്പിക്കുക. നമ്മൾ ആ കപ്പിനകത്ത് പിടിപ്പിച്ചിട്ടുള്ള ചെടിയും വെള്ളം നനയ്ക്കണം. അതിനടിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് വാർന്നു പോക്കുള്ളൂ, അധികമുള്ളത് അല്ലെങ്കിൽ കെട്ടി നിന്ന് നശിച്ചു പോകും. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ കപ്പിൽ നിന്ന് കീഴോട്ട് ഒഴുകി വന്ന് പരന്ന് കിടക്കുന്ന ഒരു കലയായിട്ട് നമുക്കിപ്പോൾ അത് മനസ്സിലാവും, കാണാം. അത് കാഴ്ചയ്ക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു നല്ലൊരു കല തന്നെയാണിത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ നല്ലൊരു സ്പോട്ട്, നല്ല ഒരു സ്പേസ് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാനൊരു പച്ച പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ് ആദ്യം വെച്ചത്. അത് പക്ഷേ വളരെ ചെറുതായി പോയി, ഇതിനാനുപാതികമായിട്ടുള്ള വലുപ്പമല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് ഞാൻ വീണ്ടും വേറൊരു കറുത്ത ചെടിച്ചട്ടി ആണ് എനിക്ക് കിട്ടിയത്. അതെടുത്ത് വെച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ കൂടി കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കലാവസ്തുവിന് ആനുപാതികമായ വലുപ്പത്തിലുള്ള ഒരു പാത്രം തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക മുകളിൽ. പിന്നെ ഇതിൻ്റെ ചുറ്റും നിറയെ പെബിൾസൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കാൻ പറ്റും. ചുറ്റും വളരെ ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നോട്ടബിളായിട്ടുള്ള ഒരു കല തന്നെയാണ് തീർച്ചയായിട്ടും. നിങ്ങളുടെ ഗാർഡനിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത്, എല്ലാവരെയും സൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വരുന്നവരും പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ല കല തന്നെയായിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. വളരെ എളുപ്പമാണ്, ഈസിയാണ്. ഒരു 2 മാസം കാത്തിരിക്കണം എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഈ അൾട്രാനാന്തര എന്നൊക്കെ പറയുന്ന ചെടി വളരെ എളുപ്പം വളരുന്നതാണ്. വലിയ കെയറൊന്നും വേണ്ട, നമ്മൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ട എൻ്റെ ഈ മനോഹരമായിട്ടുള്ള പച്ചക്കലയുടെ ഒഴുകുന്ന സൗന്ദര്യത്തിൻ്റെ 2ാം വേർഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, ഇനി മറ്റൊരു വിശേഷവുമായി, അടുത്തൊരു കൗതുകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.